സഹോദരന്മാരെ, നമ്മുടെ വയനാട് ജില്ലയിൽ ഒരുപാട് മനുഷ്യന്മാരെ ആക്രമിക്കുകയും നമ്മളെ കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും മൃഗങ്ങളെ ആക്രമിക്കുന്നതായിട്ട് വാർത്ത ഒരുപാട് കാലങ്ങളായി നടക്കുന്നു. പക്ഷേ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയാനുണ്ട്. തെറ്റ് കുറ്റങ്ങളെന്തുകൊണ്ട് ക്ഷമിക്കണം എനിക്ക് ആദ്യം തന്നെ പറയുന്നത്. കാരണം ഞാൻ ഏതെങ്കിലും നിയമത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അതിനെ പരിരക്ഷിക്കാനോ എതിർക്കാനൊന്നും പറയുന്നതല്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. അത് നല്ലതാണെന്ന് തോന്നുന്ന ഉൾക്കൊള്ള അല്ലെങ്കിൽ തള്ളിക്കളിയാണ്. സഹോദരന്മാരെ, എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന കടൽ, ഇതാ കണ്ട ഈ കടലും വെള്ളവും അതിൻ്റെ അകത്ത് ഒരുപാട് മത്സ്യങ്ങളും ജീവികളൊക്കെ ഉണ്ട്. അല്ലാഹു തആല ഈ ദുനിയാവിനെയാണ് ആദ്യം പടച്ചതെന്ന് മനസ്സിലാക്കണം. ഈ കാണുന്ന ദുനിയാവിനെ കടൽ, കാടുകൾ, അതുപോലെ തന്നെ കുന്നും മലകളൊക്കെ നദികളൊക്കെ ഒക്കെ പടച്ചവൻ സൃഷ്ടിച്ചതിന് ശേഷം, മൃഗങ്ങളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം തന്നെയാണ് മനുഷ്യവർഗ്ഗങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കണം. എല്ലാ വിശ്വാസികളോടും ഞാൻ പറയാമെന്ന് അങ്ങനെയാണ് ലോകത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടെന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾക്ക് ഒരു അവകാശമുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ. അവർക്ക് തിന്നാൻ, ഭക്ഷിക്കാൻ, കുടിക്കാനുള്ള അതിൻ്റെ സാഹചര്യങ്ങളും വെള്ളങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പടച്ചവൻ ഭൂമിയെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ മനുഷ്യനും തന്നെ, ജനിച്ച മനുഷ്യന് മരിക്കുന്നവർ ജീവിക്കാനുള്ള അവകാശം ഈ ലോകത്തുണ്ട്. അതിന് നമ്മളെന്ത് തിന്നണം എന്ന് അല്ലാഹു തആല പടച്ച ദൈവം, അത് സൃഷ്ടാവ് നമ്മൾക്ക് വേണ്ടി തീരുമാനിച്ചു. പലതും ഉണ്ടാക്കി വെച്ചു. അതൊക്കെ ഭക്ഷിച്ചിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് ഈ ലോകത്തുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ വലുതാകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ രാജ്യത്ത് നടക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ ഈ കാടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളൊക്കെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളിത് കാണുന്നുള്ളത്. ഇതിന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ സംഗീതരിക്കുന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചെങ്കിൽ മുൻകാലങ്ങളിൽ ഈ മൃഗങ്ങൾ, അതായത് മൃഗങ്ങളൊന്നും ഇപ്പോൾ പഠിച്ചതല്ലോ, മൃഗങ്ങളൊക്കെ ഏകദേശം ഒരു 10-20 കൊല്ലത്തിന് ഇപ്പുറമാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ കേരളക്കരയിലൊക്കെ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതായത് മൃഗങ്ങൾ വന്നിട്ട് ആക്രമിക്കുന്നു, മനുഷ്യന്മാരെ ആക്രമിക്കുന്നു, അവിടെ പിന്നെ കൃഷി നശിപ്പിക്കുന്നു, ഇവിടെ കൃഷി നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് മൃഗങ്ങളൊക്കെ കാടിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചെങ്കിൽ നദികൾ എന്ന് പറയുന്ന സാധനമുണ്ട്. നദി, അതായത് പുഴ. ഈ പുഴ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഇങ്ങനെ വെള്ളമുണ്ട്, ഇതുണ്ട്, കുഴിയുണ്ട്, ഇത് ഒരു കുളമാണ്, ഇത് വെള്ളമുണ്ട്. അതിൽ ജീവിക്കുന്ന ആ സാധനത്തിൻ്റെ വെള്ളം ഇല്ലെങ്കിൽ ഇത് ജീവിക്കില്ല. ഇങ്ങനെ ഇത് വെള്ളം കുറഞ്ഞ് പോകുന്നൊരു കുളമാണിത്. ഇതിൽ ജീവിക്കുന്ന ആ ജീവിക്ക് വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ ഇന്ന് നമ്മുടെ അടുത്ത കാലത്തായിട്ട് ഒരു 10-20 കൊല്ലത്തിന് ശേഷം വന്നൊരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ സാധാരണ പുഴയിൽ നിന്ന് പൂഴി വാരിയിട്ട് വിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കടലൊക്കെ കയറുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഗവൺമെൻറ് കലക്ടർമാരോടൊക്കെ പറഞ്ഞ് കടൽ കയറുന്ന സ്ഥലത്തൊക്കെ പൂഴി വാരി നിർത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുഴയിൽ നിന്നും കടലിൽ നിന്നൊക്കെ പൂഴി വാരുന്നൊക്കെ നിർത്തി എല്ലായിടത്തും അതൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ പുഴയെന്ന് വെച്ചെങ്കിൽ പുഴയിൽ നിന്ന് പൂഴി വാരുന്നതുകൊണ്ട് അവിടെ കുഴിയായിക്കൊണ്ടായിരുന്നു. ഇതിപ്പോൾ കാലകാലം മഴ വരുമ്പോൾ എന്താ വെച്ചെങ്കിൽ ഈ പുഴയൊക്കെ നീർന്ന് അത് കുഴിയൊക്കെ ചെറുതായി വെള്ളം കെട്ടി നിൽക്കലൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടാന്നുള്ളത്. എല്ലാ പുഴയും എവിടെ നോക്കിയാലും ഇപ്പോൾ പുഴയൊക്കെ നോക്കിയാൽ കാണാം, പുഴയിൽ നിന്ന് വെള്ളങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, വളരെ കുറവാണ്. അപ്പം നമ്മൾ അടുത്ത് തന്നെ നമ്മളെ നാടിലൊക്കെ ഒരു കിണറിൽ അടുത്തുള്ള പുഴയുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് കാണുന്നത് നമ്മളെ അനുഭവമാണ്. ആ പുഴയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അടുത്തുള്ള പ്രദേശത്ത് കിണറിലൊക്കെ വെള്ളം ഉണ്ടാകാറുണ്ട് സാധാരണ. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഭൂമിയിൽ, ഈ നാടിൽ നമ്മളെ മനുഷ്യന്മാർ വസിക്കുന്ന ഭാഗത്ത് വെള്ളം കെട്ടി വെക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഈ കാടിൻ്റെ അകത്ത് പല സ്ഥലത്തും നദികൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വെള്ളം കെട്ടി വെക്കുന്ന കുഴികളൊക്കെ. അവിടെയൊക്കെ ഇന്നെന്താ വെച്ചെങ്കിൽ ഈ പുഴയിൽ നദിയൊക്കെ മണ്ണ് വന്ന് നിവർന്നതുകൊണ്ട് കുഴി കുറഞ്ഞുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ കുറഞ്ഞു. ഇപ്പോഴെന്താണെന്ന് വെച്ചെങ്കിൽ ഈ കാടിലൊക്കെ ഉണ്ടാകുന്ന നദി പോലത്തെ അല്ലെങ്കിൽ കുഴി പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഇല്ലാതെയായി. ഇല്ലാതായതിനു ശേഷം എന്ന് വെച്ചെങ്കിൽ ഈ മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഈ ആനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇതിനു മുമ്പ് ഒരു 10-20 കൊല്ലത്തിന് ഇപ്പുറമാണല്ലോ ഇങ്ങനത്തെ സാഹചര്യം നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് ഇതിന് മുമ്പ് ഒന്നപ്പോൾ അങ്ങനെ ആനകളൊന്നും വരാൻ? ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന അങ്ങനെ എവിടെയാണ് വെള്ളമുള്ളത്? നമ്മളൊന്ന് കാടിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും കാടിൽ എവിടെ വെള്ളമുണ്ടെന്നുള്ളത്. അപ്പോൾ എവിടെയും വെള്ളമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കുടിക്കുന്ന വെള്ളമില്ലാതെ കണ്ട് ഈ മൃഗങ്ങളൊക്കെ കുടിക്കാൻ വെള്ളമില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ആറ്റുകൾ നാടിലിറങ്ങി വരുന്നു, കാണുന്നവരെ എൻ്റെ ശത്രുക്കൾ എന്നുള്ള രൂപത്തിൽ അത് ചവിട്ടിക്കൊള്ളുന്നു, കുത്തിക്കൊള്ളുന്നു, ഇതൊക്കെയാണ് നടക്കുന്നത് എൻ്റെ വിശ്വാസം. എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ്. അതുമാത്രമല്ല, ഐറ്റിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഭക്ഷണമുള്ളത്? കാടൊക്കെ വെട്ടി തെളിച്ചെല്ലാം കാടെല്ലാം പോയി നാടായില്ല ഇപ്പോൾ. അതുപോലെ ഇപ്പോൾ നോക്കി ഇത്ര പാമ്പുകളൊക്കെ എവിടെ നോക്കിയാലും പാമ്പ്. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ഇപ്പോൾ റോഡിലൊക്കെ പാമ്പ് കാണാറുണ്ട്.
ഇപ്പോൾ ഇന്നൊക്കെ റോഡിലൊക്കെ നമുക്ക് കണ്ട പോകാൻ പാമ്പുകൾ കാണും. കാരണം എന്ത്, എല്ലാവരും അവരുടെ ഈ 2 സെൻറ്റിനൊക്കെ മതിൽ കെട്ടിയിട്ട് മുൻകാലങ്ങളുടെ കയ്യാലെന്ന് പറയും, കെട്ടിയ പണ്ടത്തെ കഷ്ണം കല്ലുകൊണ്ട് കെട്ടിയ ഉരുളക്കല്ലുകൊണ്ട് കെട്ടിയ അതിലൊക്കെ പൊത്തിലൊക്കെ പാമ്പുകൾക്ക് വസിച്ചുകൊണ്ട് ഉണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നൊന്നും വസിക്കാൻ സ്ഥലമില്ല. അതാണ് ചില വീട്ടിലേക്ക് ഒടിയോടൊക്കെ നമ്മളിപ്പോൾ സാധാരണ കളത്തിൽ നമ്മൾ വരാൻ തരും മുറ്റത്തൊക്കെ നമ്മൾ രാവിലെ നോക്കുമ്പോഴേക്ക് പാമ്പുകളൊക്കെ കാണും. അപ്പോൾ അതിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ നമ്മൾ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത മാതിരിയാക്കിയിട്ട് അവരിങ്ങനെ അലിയാന്ന്. അപ്പോൾ അവർക്ക് നമ്മൾ കിട്ടിയവരൊക്കെ ശത്രുക്കളായിട്ട് കാണുന്നു, അവരെ നമ്മൾ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ഒരു 10-20 കൊല്ലത്തിന് മുമ്പൊന്നും എവിടെ അങ്ങനെ ആന ആക്രമിക്കാനോ ഇറങ്ങി വരാതിരിക്കുന്ന കാരണം എന്ത്? സാധാരണ ജനങ്ങളെ കൂട്ടി കേട്ടാൽ തന്നെ ഈ മൃഗങ്ങൾക്ക് ഭയമാണ്. അതാണ് പടച്ചോൻ അവരെ സൃഷ്ടിക്കുന്ന സമയത്തിന് അവർക്ക് കൊടുത്ത ബുദ്ധിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അവർക്ക് ഭയം കൊടുത്തിട്ടുണ്ട്. മനുഷ്യനെ കാണുന്ന അവർക്ക് ഭയം തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഭയമില്ലെങ്കിൽ ഈ ആനകൾക്ക് അല്ലെങ്കിൽ ആ ആനകൾ ഇന്ന് ലോകത്ത് ശരിക്കും ലോകത്തിൻ്റെ ഒരു കണക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ അനിമലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയ സന്ദർഭത്തിൽ പറഞ്ഞു വെച്ചെങ്കിൽ ലോകത്തിൽ മനുഷ്യരെക്കാൾ കൂടുതലുള്ളത് മൃഗങ്ങൾ. അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിൽ വന്നിട്ട് നിന്നാൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കാം? അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റും നമുക്കൊക്കെ. അപ്പോൾ അതല്ല, അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധി പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരടങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ നദികളിൽ നിന്ന് പൂഴി വാരിയിട്ട് നദികളൊക്കെ കുഴിയാകുന്ന വഴി ഉണ്ടാക്കണമെന്നാണ് ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അവർ താമസിക്കുന്ന പ്രദേശത്ത് അവരൊക്കെ കാടിൻ്റെ അകത്തുള്ള കുഴിയിലൊക്കെ വെള്ളം നിറയുമ്പോൾ അവർ വെള്ളത്തിന് വേണ്ടി ഇങ്ങോട്ട് വരില്ല. ഇവർക്ക് വെള്ളമില്ലാതെ തന്നെ ദാഹിച്ച് പിന്നെ ദാഹം കടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് നമ്മൾക്ക് തന്നെ നോക്കും 2 ദിവസവും 3 ദിവസവും വെള്ളമില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ചിന്തിച്ച് നോക്കണോ? എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ് സഹോദരന്മാർ. ഈ കേൾക്കുന്നതിൻ്റെ എനിക്ക് തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കാരണം പല സ്ഥലങ്ങളിലും മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടുവിലെ കാടിനടുവിൽ പോകുന്ന റോട്ടിലൊക്കെ സാധാരണ മൂടി വെച്ച് കാണും. മൃഗങ്ങളുണ്ട്, സൂക്ഷിക്കണമെന്ന്. പക്ഷേ ആരും ഏത് മൃഗങ്ങളും മനുഷ്യനെ ആക്രമിക്കുന്നതായിട്ട് കാണാറില്ല. അമ്മ ഇത് മൃഗം തനിയെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആക്രമിക്കാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ഇങ്ങനെയാണ്. ഗവൺമെൻറ് പ്രത്യേകിച്ചിട്ട് ഈ പൂയൊക്കെ വരുന്നവരുണ്ടല്ലോ, അവരെ കൊണ്ട് പൂഴി വാരാനുള്ള സാഹചര്യം കൊടുത്തിട്ട് നദികളുടെ കുഴി വലുതായിട്ട് വെള്ളം കെട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം. എന്നെങ്കിലും ഏകദേശം ഈ മൃഗങ്ങളുടെ ആക്രമണം അവസാനിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നുള്ളത്. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ട് ഇയാൾ പറയും ഞാനിപ്പോൾ ആരോ പൂഴിക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ അവരാരോ ഇവനെ കമ്മീഷൻ കൊടുക്കാതെ പറഞ്ഞാണോ അതായിരിക്കും വീഡിയോ ഉണ്ടാക്കുന്നത്. സാധാരണ എനിക്ക് വീഡിയോൻ്റെ വിഷയം വേണ്ട, പൂഴിക്കാരുടെ വിഷയം വേണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്ന വാക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കള. ഇത്തിരി പറഞ്ഞു നിർത്തുന്നു. അടുത്ത വീഡിയോ. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.